ഞെട്ടലോടെ മുന്നണികൾ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 3 പ്രധാന മണ്ഡലങ്ങളിൽ ബിജെപിക്ക് വിജയസാധ്യതയെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ എന്നീ മണ്ഡലങ്ങളാണിവ. ഈ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് ഈ മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ അമിത്ഷായും മോദിയും നിർദ്ദേശം നൽകിയത്. കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്തും കെ സുരേന്ദ്രനെ പത്തനംതിട്ടയിലും ബിജെപി സ്ഥാനാർത്ഥിയായി ഇപ്പോഴേ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. BDJS സ്ഥാനാർത്ഥിയായി തുഷാറിന്റെ പ്രഖ്യാപനം ഉടനുണ്ടാകും. തുഷാറിനെ നിർത്തി മറ്റ് സ്ഥാനാർത്ഥികളുടെ കൂടി വിജയസാധ്യത ഉറപ്പിക്കുകയാണ് BJP ചെയ്യുന്നത്. മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ചാണ് കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത്. കുമ്മനത്തിന് വലിയ സ്വീകരണമാണ് തലസ്ഥാനത്തു നിന്നും ലഭിക്കുന്നത്. ഏതാണ്ട് വിജയം ഉറപ്പിച്ച മട്ടിലാണ് ഇപ്പോഴേ BJP പ്രവർത്തകർ. കുമ്മനത്തിന്റെ വിജയം അവർ രഹസ്യമായി ആഘോഷിക്കുന്നുമുണ്ട്. അതേസമയം കാത്തിരിപ്പുകൾക്കൊടുവിൽ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രന്റെ പേര് ഇന്നലെയാണ് പ്രഖ്യാപിച്ചത്. ഇത് വളരെ വൈകിയുണ്ടായ പ്രഖ്യാപനമാണ്. 3ാം ഘട്ട പട്ടികയിലാണ് സുരേന്ദ്രന് സ്ഥാനം പിടിക്കാനായത്. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് 13 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. അന്നും പത്തനംതിട്ട ഒഴിച്ചിടുകയാണ് ചെയ്തത്. ഇതോടെ പത്തനംതിട്ടയെപ്പറ്റി പല അവ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയെ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിപ്പിക്കാനായിരുന്നു BJPയുടെ ആദ്യ തീരുമാനം. എന്നാൽ പിന്നീട് ശ്രീധരൻപിള്ള പിന്മാറുകയായിരുന്നു. കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന് ആദ്യഘട്ടങ്ങളിൽ സീറ്റ് ഉറപ്പില്ലായിരുന്നു. എന്നാൽ പിന്നീട് ശ്രീധരൻപിള്ളയുമായി മത്സരിച്ച് സുരേന്ദ്രൻ തന്നെ സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ കോൺഗ്രസ് നേതാവ് PJ കുര്യനും അവിടെ മത്സരിക്കുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. കുര്യന് BJP സീറ്റ് കൊടുക്കുമെന്നായിരുന്നു കേട്ടത്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ പേരും ഇതിനിടയ്ക്ക് ഉയർന്നു കേട്ടു. ഇതിനൊക്കെ പിന്നാലെയാണ് പത്തനംതിട്ടയിൽ യഥാർത്ഥ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത്. തെലങ്കാന, ബംഗാൾ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ 11 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികൾക്കൊപ്പമാണ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രനെയും പ്രഖ്യാപിച്ചത്. ശബരിമല വിഷയത്തോടെ സുരേന്ദ്രൻ സ്റ്റാറായി കഴിഞ്ഞു. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നതിൽ BJPക്കുള്ളിൽ തന്നെ കടുത്ത അതൃപ്തി തുടക്കം മുതലുണ്ടായിരുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പത്തനംതിട്ട സീറ്റിനു വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് പ്രഖ്യാപനം വൈകുന്നതെന്നും സൂചനയുണ്ടായിരുന്നു. സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പ്രവർത്തകർക്കിടയിൽ നിന്ന് തന്നെ ആവശ്യമുയർന്നതും കേന്ദ്ര തീരുമാനത്തെ സ്വാധീനിച്ചു. അങ്ങനെ പിള്ളയെ തട്ടിമാറ്റിയാണ് സുരേന്ദ്രന് പത്തനംതിട്ട സീറ്റ് നൽകിയത്. ശബരിമല സ്ത്രീ പ്രവേശനം ഉയർത്തിക്കാട്ടുന്ന BJPക്ക് നിർണായകമാണ് പത്തനംതിട്ട മണ്ഡലം. കൂടുതൽ വോട്ടുകൾ ഇവിടെ ലഭിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. എന്നാൽ PS ശ്രീധരൻപിള്ള, MD രമേശ്, അൽഫോൻസ് കണ്ണന്താനം തുടങ്ങിയവരും പത്തനംതിട്ടയ്ക്കായി തുടക്കം മുതൽ തൂങ്ങിക്കടിച്ചു നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ ഇവർക്കൊന്നും സീറ്റ് നൽകിയില്ല. തർക്കമുയർന്നതോടെ MD രമേശ് തെരഞ്ഞെടുപ്പിൽ നിന്നേ പിന്മാറി. ശ്രീധരൻപിള്ളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ RSS രംഗത്ത് വരികയും ചെയ്തു. ഇതാണ് കെ സുരേന്ദ്രന് അനുകൂലമായത്. അങ്ങനെ RSS അനുഗ്രഹത്തോടെ സുരേന്ദ്രന് സീറ്റ് ലഭിച്ചു. തൃശൂരിൽ BDJS സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. മോദിയുടെ നിർദ്ദേശപ്രകാരം BJP അധ്യക്ഷൻ അമിത്ഷായുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. അതേസമയം തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലും തീരുമാനമായി. തൃശൂരിൽ തുഷാർ തന്നെ മത്സരിക്കണമെന്ന കടുംപിടുത്തത്തിലായിരുന്നു BJP. ഇതിനിടെ വെള്ളാപ്പള്ളി നടേശൻ BJP വിരുദ്ധ പ്രസ്താവനകൾ ഇറക്കി സമ്മർദ്ദം നടത്തിയിരുന്നു. എന്നാൽ ഒടുവിൽ തുഷാറിന് സീറ്റ് ഉറച്ചു. സീറ്റ് വിഭജനം ചർച്ച പൂർത്തിയായെങ്കിലും തൃശൂരിൽ BDJS സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ വിലപേശുകയായിരുന്നു. പത്തനംതിട്ട സീറ്റും ഒരു മന്ത്രി സ്ഥാനവുമാണ് BDJS ആവശ്യപ്പെട്ടത്. ഇത് നൽകാമെന്നാണ് BJPയുടെ ഇപ്പോഴത്തെ ഉറപ്പ്. എന്നാൽ ആദ്യം ഇതിനെതിർത്ത BJP പിന്നീട് ചില നീക്കുപോക്കുകൾ മുന്നോട്ട് വെച്ചു. തുഷാർ തൃശൂരിൽ മത്സരിച്ച് തോറ്റാലും രാജ്യസഭ MP ആക്കാമെന്നാണ് BJPയുടെ ഉറപ്പ്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ബോർഡ് കോർപ്പറേഷനുകളിൽ ചെയർമാൻ സ്ഥാനമാണ് രണ്ടാമത്തേത്. ഇതിനു പുറമെയാണ് വെള്ളാപ്പള്ളിക്ക് ഗവർണർ പദവിയും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വെള്ളാപ്പള്ളിയുടെ പിന്തുണ കൂടി ഉറപ്പാക്കിയതോടെ വിജയം ഉറപ്പാക്കുകയാണ് BJP. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഈ 3 മണ്ഡലങ്ങളിൽ ദേശീയ നേതാക്കളും എത്തുന്നുണ്ട്. ഇത് തിരഞ്ഞെടുപ്പിനെ കൂടുതൽ വിജയത്തിലേക്ക് എത്തുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.